ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഏത്തപ്പഴം കൊണ്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാൻ പോകണം. അപ്പോൾ തേങ്ങയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഏകദേശം 1/4 കപ്പ് അളവിൽ തന്നെ അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവൽ ഏത് അവൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. മറ്റേ ഒരു റെഡ് കളറാണെന്നുണ്ടെങ്കിലും വൈറ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു 1/4 കപ്പ് അളവിൽ ബ്രെഡ് പൊടിച്ചതാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് ഏകദേശം ഒന്ന് ക്രിസ്പി ആയി തുടങ്ങുമ്പോൾ ഇറക്കി മാറ്റി വെച്ചേക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ നടുക്കുള്ള ആ ഒരു നാരുമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അധികം പഴുത്ത പഴം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്റ്റിക്കി ഫീലായിരിക്കും. അപ്പോൾ ഒരു ഇതുപോലെ ഉടയ്ക്കാൻ പറ്റിയ പഴം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ച് നമ്മൾ നേരത്തെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങയും അവലൊക്കെയുള്ള മിക്സും കൂടി ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് മാറ്റിയേക്കുന്നത്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ മുട്ടയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ മുട്ടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മളിനി ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ മുട്ടയിലും കൂടെ നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഇട്ടേക്കുന്ന സാധനങ്ങളും ഒക്കെ നല്ല ക്രിസ്പി ആയതുകൊണ്ട് ഇതിപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴും ഒരു ക്രിസ്പി ഫീലായിരിക്കും. ഉള്ളിലായിരിക്കും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത്, പഴമുള്ള ഭാഗത്ത് മാത്രം. അപ്പോൾ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരും. കാരണം ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ മുട്ടയായതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ഫീലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ നടുക്ക് വെച്ചേക്കാം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് ബ്രൗൺ കളറിലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. നിറം ഫുള്ളായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് എല്ലാ സൈഡും ഒരുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറായിട്ടുണ്ട്. എല്ലാവിടും ഒരുപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ഓരോന്നിലും ഒരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഈർക്കലിൻ്റെ കഷ്ണമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അവർ കഴിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.